ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഉഷ ടീച്ചർ. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോണ ടോപ്പിക്ക് ഡയറക്റ്റായിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നില്ല. ഞാൻ ചില ക്ലൂസ് തരും, അതിൽ നിന്ന് നിങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കണം ടോപ്പിക് എന്താണ്. അതിന് പറയുന്ന ക്ലൂസ് പറയട്ടെ. ഒന്നാമത്തത്, ഒരു മനുഷ്യന് മറ്റൊരാൾക്ക് നൽകാമെന്ന ഏറ്റവും മനോഹരമായ സമ്മാനമാണിത്. 2, ഏകാന്തതയിൽ നിന്ന് രക്ഷപ്പെടാനുള്ളൊരു മാർഗമാണിത്. 3, ഒരാളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യമാണിത്. 4, ഇത് നമ്മുടെ ഒരു സമ്പാദ്യമാണ്. ഏതവസ്ഥയിലും അവർ നമ്മോടൊപ്പം ഉണ്ടായിരിക്കും. 5, ഇവരുമായി ചിലവഴിക്കുന്ന നിമിഷങ്ങളാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷപ്രദമായ നിമിഷങ്ങൾ. ഉത്തരം കിട്ടിയില്ലെങ്കിൽ ഒരു ക്ലൂ പറയും, അതിലൂടെ നിങ്ങൾക്ക് ആ ഉത്തരം കിട്ടും. അതായത് എല്ലാ കാര്യങ്ങളും മനസ്സ് തുറന്ന് നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന ഒരാളായിരിക്കും അത്. ഉത്തരം ഇല്ലെങ്കിൽ ഞാൻ പറയട്ടെ. ജീവിതത്തിലെ ദുഃഖകരമായ അവസരങ്ങളിൽ നമ്മോടൊപ്പം നിന്ന് നമുക്ക് താങ്ങായി നിൽക്കുന്ന നമ്മുടെ സുഹൃത്തുക്കൾ അഥവാ ചങ്ങാതിമാർ നമുക്ക് ഭക്ഷണം പോലെയാണെന്നാണ്. അതായത് ഭക്ഷണം നമുക്ക് എത്ര കിട്ടിയാലും മതിയാവത്തില്ല എന്ന് പറഞ്ഞ ഉദ്ദേശം, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ ഉച്ചയാകുമ്പോഴത്തേക്ക് വീണ്ടും ഭക്ഷണത്തിന് വേണ്ടി നമുക്ക് വിശക്കൂലേ? അതേപോലെയാണ് സൗഹൃദങ്ങളും. എത്ര നമുക്ക് അവരോടൊപ്പം ചിലവഴിച്ചാലും തികയത്തില്ല. ഏത് റിലേഷൻഷിപ്പും ഫ്രണ്ട്ഷിപ്പ് ആവാം. മാതാപിതാക്കളും കുട്ടികളും തമ്മിലുള്ള ബന്ധം, സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധം, ഇതെല്ലാം ഫ്രണ്ട്ഷിപ്പിന് ഉദാഹരണങ്ങളാണ്. ഇതെല്ലാം കടപ്പാടുകളിൽ കുടുങ്ങിക്കിടക്കുന്ന ബന്ധങ്ങളാണ്. ഇവയൊന്നും നമ്മൾ സെലക്ട് ചെയ്തവയല്ല. സൗഹൃദത്തിന് ഇങ്ങനെയൊരു പ്രോട്ടോക്കോൾ ഇല്ല. ആരെ വേണോ നമുക്ക് സുഹൃത്തുക്കളാക്കാം, എപ്പോഴും വേണോ നമ്മൾ സുഹൃത്തുക്കളാകും, എപ്പോഴും വേണോ ആ സൗഹൃദം വേണ്ടെന്ന് വയ്ക്കും. ഇത് സ്വതന്ത്രമായ ഒരു ബന്ധമാണ്. നാം തുല്യരാണ് എന്ന ഗുഡ് ഫീൽ തരുന്നതാണ് സൗഹൃദം. നമ്മുടെ സൗഹൃദത്തിന് കുറച്ച് സീനിയേഴ്സ്, കുറച്ച് ജൂനിയേഴ്സ്, കുറച്ച് സെയിം ഏജ് ഗ്രൂപ്പുകാർ ഒക്കെ ഉണ്ടാകുന്നത് നല്ലതായിരിക്കും. സീനിയേഴ്സ് എന്നാണെങ്കിൽ നമുക്ക് എക്സ്പീരിയൻസ് കിട്ടും. ജൂനിയേഴ്സ് എന്നാണെങ്കിൽ അവരുടെ ന്യൂ ടെക്നോളജി, ന്യൂ ട്രെൻഡ് ഇവയൊക്കെ മനസ്സിലാക്കാൻ പറ്റും. സെയിം ഏജ് ഗ്രൂപ്പ് ആണെങ്കിൽ സമാന ചിന്താഗതികൾ ഷെയർ ചെയ്യാനും പറ്റും. പലതരം സൗഹൃദങ്ങളുണ്ട്. ചിലത് അപ്പോഴപ്പോഴുള്ള സന്തോഷങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള സുഹൃത്ത് ബന്ധം. മറ്റ് ചിലത് സുഹൃത്തിനെ ഉപയോഗിച്ച് എന്തെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന സൗഹൃദം. ഇത് രണ്ടും താൽക്കാലികമാണ്. എന്നാൽ സ്ഥിരമായി എന്നെന്നും നിലനിൽക്കുന്ന ചില സൗഹൃദങ്ങളുണ്ട്. ഒരാൾക്ക് മറ്റൊരാൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ പറ്റും എന്ന് ചിന്തിക്കുന്ന അവസ്ഥയിലെത്തിയിട്ടുള്ള സൗഹൃദങ്ങൾ. ഇതാണ് ഫ്രണ്ട്ഷിപ്പിൻ്റെ എക്സ്ട്രീം ലെവൽ. ഒരു മികച്ച സുഹൃത്ത് എങ്ങനെയുള്ള ആളായിരിക്കണം? അതാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. അത് ഫ്രണ്ട്സ് എന്ന വാക്കിൻ്റെ എക്സ്പാൻഡഡ് രൂപത്തിൽ തന്നെയുണ്ട് അതിൻ്റെ അർത്ഥം. ഫ്രണ്ട് എന്ന വാക്കിൻ്റെ ആദ്യത്തെ ലെറ്റർ എഫ്. എന്നത് ഫോണ്ട് ഓഫ് ഈച്ച് അതർ, അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സ്നേഹിക്കുക. രണ്ടാമത്തെ ലെറ്റർ ആർ, റെക്ടിഫൈ. സുഹൃത്തിനെ അന്ധമായി സപ്പോർട്ട് ചെയ്യാതെ അവരിലെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടി തിരുത്താൻ ശ്രമിക്കുന്ന ആളായിരിക്കണം നല്ല സുഹൃത്ത്. ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ടെന്ന് കേട്ടിട്ടില്ലേ? നമ്മളെ പോരായ്മകൾ നോക്കി തിരുത്താനാണല്ലോ നമ്മൾ കണ്ണാടിയിൽ നോക്കുന്നത്. അത് ഒരു ചങ്ങാതി ചെയ്യുമെങ്കിൽ പിന്നെ എന്തിനാ കണ്ണാടി? മൂന്നാമത്തെ ലെറ്റർ ഐ, ഇൻസ്പയർ. ഒരു നല്ല സുഹൃത്ത്, നല്ല മോട്ടിവേറ്റർ, നല്ല ഇൻസ്പയർ ചെയ്യാൻ കഴിയുന്ന ആളും ആയിരിക്കണം. ഈ എക്സ്റ്റെൻഡിങ് യുൺസെൽഫ്, മറ്റൊരാളെ സഹായിക്കാനുള്ള മനസ്സുണ്ടായിരിക്കണം. ഏത് സാഹചര്യത്തിലും ഞാൻ നിന്നോടൊപ്പം ഉണ്ട് എന്ന് പറയാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥ ഉണ്ടാവണം. നോൺ ജഡ്ജ്മെൻ്റൽ അക്സെപ്റ്റൻസ്. ഒരു മുൻവിധിയുമില്ലാതെ സുഹൃത്തിനെ അംഗീകരിക്കാൻ കഴിയുന്ന ആളാവണം. സുഹൃത്ത് മികച്ച ആളാണോ, നല്ല ക്വാളിഫിക്കേഷൻ ഉള്ള ആളാണോ, സമ്പന്നനാണോ എങ്കിൽ ഞാൻ അവനെ കൂട്ടും എന്നല്ലാതെ ഏത് തരത്തിലും ഞാൻ അവനെ അംഗീകരിക്കും എന്ന മാനസികാവസ്ഥയുള്ള ആളായിരിക്കണം. ഡിസേൺ, വിവേചനം. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഫീലിങ്സ് മനസ്സിലാക്കാൻ കഴിയണം. സുഹൃത്തിൻ്റെ ഫീലിങ്സ് ഈ സമയത്ത് സങ്കടമാണോ സന്തോഷമാണോ എന്ന് വിവേചിച്ചറിയാൻ
ആ സുഹൃത്തിന് കഴിയണം. യെസ്, ഷെയറിങ്. ഒരു നല്ല സുഹൃത്ത് പരസ്പരം ഷെയർ ചെയ്യുന്നവനും കെയർ ചെയ്യുന്നവനുമാകണം. മാത്രമല്ല അദ്ദേഹം സത്യസന്ധനും വിശ്വസ്തനും കൂടി ആയിരിക്കാം. അപ്പോൾ ഒരു നല്ല സുഹൃത്തിന് വേണ്ട 7 ക്വാളിറ്റീസ് നമുക്ക് ഫ്രണ്ട്സ് എന്ന വാക്കിൽ നിന്ന് തന്നെ കിട്ടി. ഇനി ചില കാര്യങ്ങളിലൂടെ ഉണ്ട്. അടുത്തത് 8ാമത്തെ കാര്യം, എംപതി, തന്മയീഭാവം. സുഹൃത്തിൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കാൻ കഴിയണം. ഈ അവസ്ഥ എനിക്കാണെങ്കിൽ ഞാൻ എങ്ങനെയായിരിക്കും എന്ന് ചിന്തിക്കണം. 9, ഗ്രാറ്റിറ്റ്യൂഡ്. എപ്പോഴും നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം. ഇത് വലിയ വലിയ മാറ്റങ്ങൾ കൊണ്ടുതരും ജീവിതത്തിൽ. 10ാമത്തെ കാര്യം, ഇൻവെസ്റ്റ്മെൻറ്റ്. നമ്മുടെ സുഹൃത്തിന് വേണ്ടി കുറച്ച് സമയം, നമ്മുടെ കുറച്ച് ഊർജം ഒക്കെ ചിലവഴിക്കാൻ കഴിയണം. സുഹൃത്തിന് വേണ്ടി കുറച്ച് സമയം ചിലവഴിക്കുക എന്ന് പറയുന്നത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയാണ്. 11, ഫൊർഗീവ്നെസ് ആൻഡ് സ്പേസ്. സുഹൃത്തിനൊരു തെറ്റുപറ്റിയാൽ നമുക്ക് ക്ഷമിക്കാൻ കഴിയണം. സാരമില്ല, പോട്ടെ എന്ന് പറയാൻ പറ്റണം. പിന്നെ അവരുടെ പ്രൈവസിയിൽ കടന്നു കയറാൻ ശ്രമിക്കരുത്. അവരുടെ സ്പേസ് അവർക്ക് കൊടുക്കുക. 12, ഒരു നല്ല സുഹൃത്ത് ഒരു നല്ല ലിസണർ അഥവാ ഒരു കേൾവിക്കാരനായിരിക്കണം. ഏത് കാര്യങ്ങളും നമുക്ക് മനസ്സ് തുറന്ന് സംസാരിക്കാൻ പറ്റണം. അപ്പോൾ പറയുന്ന ആളിന് ഒരു മനസ്സമാധാനം കിട്ടും. നമ്മെ കേൾക്കുന്ന ഒരാളുണ്ടാകുക എന്നതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. അതാണ് ഇക്കാലത്ത് കിട്ടാൻ ബുദ്ധിമുട്ടും. ഇഫ് യു ഹാഡ് ഓപ്പൺഡ് യുവർ ഹാർട്ട് വിത്ത് യുവർ ഫ്രണ്ട്സ് ദെൻ യു വുഡ് നോട്ട് ഹാവ് നീഡഡ് ഡോക്ടേഴ്സ് ടു ഓപ്പൺ യുവർ ഹാർട്ട്. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടിനോട് ഹൃദയം തുറക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഹൃദയം തുറക്കാൻ ഡോക്ടേഴ്സ് വേണ്ടി വരില്ല എന്ന്. അതുകൊണ്ട് നമ്മുടെ ക്ലോസ് സർക്കിളിലേക്ക് കടന്നു വന്നിട്ടുള്ള സുഹൃത്തുക്കളെ നഷ്ടപ്പെടുത്താതിരിക്കുക. താങ്ക് യു ആൻഡ് ഗോഡ് ബ്ലസ് യു.